എവിടെയാ? ആസ്പെൻ ഇവിടെ നോക്കിക്കേ, നമ്മുടെ മരങ്ങൾ നോക്കിക്കേ, പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മരത്തുമ്മ ഫസ്റ്റ് അങ്ങനെ പൂവായിട്ട് വന്നിട്ട് പിന്നീട് ഇത് ഇലയായിട്ട് മാറും കേട്ടോ. ഇത് നമ്മുടെ മേപ്പിൾ ട്രീ ആട്ടെ. രാവിലെ നേരമായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അവിടെയൊക്കെ മരത്തുമ്മയ്ക്കും ചെറുതായിട്ട് ഇങ്ങനെ ഇലകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. സൺലൈറ്റ് വരുന്നുണ്ട് നന്നായിട്ട്. സൂര്യന് ഉദിച്ച് വരുന്നത് അതിൻ്റെ ആയിട്ട് ആ മഞ്ഞ കളറ്. ആസ്പിനാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ അവനെ കാണാണ്ട് അങ്ങോട്ട് അന്വേഷിച്ച് ഇറങ്ങിയത്. ഓ, അവിടെ നോക്കിക്കേ, ആ സൺലൈറ്റ് വന്നിട്ട് എന്തോ ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എൻ്റെ പണികൾ നടക്കുന്ന സാധനങ്ങൾ ഇന്നലെ ഞാൻ മണ്ണാക്കി അവിടെ വിത്തുകളൊക്കെ പാവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കേട്ടോ കാണണത്. ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞാൻ വീട് എപ്പോഴും കാണിക്കുമ്പോൾ വീടിൻ്റെ ബാക്കിലെ തോട്ടങ്ങളൊക്കെ എപ്പോഴും കാണിക്കാറുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള മരങ്ങളുണ്ട്. പിന്നെ ഇവിടെ വലിയ ചെറി ബ്ലോസം ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെടികൾ അധികം നടാറില്ല. പക്ഷെ ഇവിടെ ചെടികൾ നട്ടാലും ഇവിടെ നിറച്ചിങ്ങനെ വലിയ വലിയ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺലൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ വെച്ചാലും പൂക്കളുണ്ടാണ്ട്. ഡാലിയൊക്കെ വെച്ചാലും ചിലപ്പോൾ എനിക്ക് തോന്നാം അധികം അങ്ങനെ പൂക്കളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വർഷം നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നല്ല ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പൂവ് അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമല്ലേ ശരിക്കും നന്നായിട്ട് പൂവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളവിടെ മണ്ണടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടിയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നല്ല കറുത്ത മണ്ണ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെടികളൊക്കെ നടുമ്പോൾ അങ്ങനത്തെ മണ്ണാണല്ലോ നല്ലത്. ഇവിടെ അങ്ങനത്തെ മണ്ണ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ചെടികളൊക്കെ നടാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നല്ല മണ്ണിൽ, പുതിയ മണ്ണിൽ നടുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ മണ്ണൊക്കെ കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അത്യാവശ്യം കുറേ നല്ല പണികളൊക്കെ ഉണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് മുളയുണ്ട്. ആ മുള ഇവിടെ കണ്ടമാനം കുറേ കയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. പിന്നെ നമ്മുടെ ചെറിയ ബോസ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. അതുമ്പോൾ ഇങ്ങനെ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. 2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ പൂവൊക്കെ വിരിയും. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. അത് ചെറിയ ബ്ലോസം വിരിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പോൾ സമ്മർ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല പണികൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ സമ്മർ തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം. അപ്പോൾ ആ മണ്ണ്, അത് കുറേ മണ്ണുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് കുറേശ്ശെ കൊണ്ടുവന്നിടാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ ഇവിടെ പിന്നെ ഇങ്ങനെ മരം കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിലുള്ള പോലെ തന്നെ ഒരു ഡെക്ക് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മരമല്ല, ഇവിടെ ഇങ്ങനെ ഒരു തരത്തിലുള്ള കല്ലുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കിൻ്റെ അവിടെ 3 ബെഡിൻ്റെ സാധനം ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ അത് ഞാൻ എടുത്തു കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി. കാരണം അവിടെ വുഡാണല്ലോ, മരം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിങ്ങനെ മണ്ണിനെ കുറേ നാളിങ്ങനെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം നാശമാകുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് നിറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എടുത്ത് രണ്ടാമത് കൊണ്ടുവന്ന് ഇവിടേക്ക് 3 ഉണ്ടായിരുന്നു. അത് 3 ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് ഞാൻ തക്കാളിക്ക് നടാന്ന് വെച്ചിട്ടാണ്. ഇവിടെ ആകുമ്പോൾ നല്ല സൺലൈറ്റ് ഉണ്ട്. നമ്മുടെ ബാക്കിലേക്ക് സൺലൈറ്റ് കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ ചെറുതൊക്കെ ആയിട്ട് കാണിക്കാം. ഇപ്പം കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ 1 മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാങ്കിലെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട്.
ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷീറ്റ് ഇട്ടിട്ടാണ് ഇനി മണ്ണിടാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിറച്ചും പുല്ല് വരും ഇവിടെ. ഈ ഷീറ്റ് ഉണ്ടല്ലോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. ഇത് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഷീറ്റാണ്. ഇത് നമ്മളവിടെ മുണ്ടൂരത്തെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു കാലത്തും പോവില്ല കേട്ടോ. ഇത് നോക്കിക്കേ, ഇത് പുല്ലിൻ്റെ വിത്താട്ടാ. കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഇത് നമ്മുടെ മുന്തിരിയാട്ടാ. വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നല്ല സൺലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് പുതിയ പുല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നനയ്ക്കാണ്ടൊക്കെ ആയിട്ട് അതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേപോലെയാണ് ഇങ്ങനെ പുല്ലിൻ്റെ സീഡ്സ് നമുക്ക് കിട്ടുന്നത്. വലിയ ബാഗൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് ഒരുപാട് ആവശ്യമില്ലല്ലോ, കുറച്ച് ഏരിയ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ടാം. ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് മണ്ണ് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് വരുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയായിരിക്കും കേട്ടോ. എനിക്ക് നാട്ടിലെ കാര്യങ്ങൾ അത്രയ്ക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മൾ നാട്ടിൽ ചെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിലും ഇതേപോലെ കിട്ടിയിരിക്കും. പക്ഷേ ഇവിടുത്തെ വിത്തുണ്ടല്ലോ പെട്ടെന്ന് വലുതാവും. വിത്തല്ല, പുല്ല് പെട്ടെന്ന് വലുതാവും. നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ പുല്ലിവിടെ മിഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യണം കണ്ടിട്ടില്ലേ. പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ മിഷീൻ വെച്ച് അങ്ങനെ അധികം അങ്ങനെ കട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു. ഒരാഴ്ചയ്ക്കൊന്നും പുല്ല് അധികം അങ്ങനെ വലുതാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അവർ എന്താണ്ട് വളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഗ്രീൻ കളറാണ്. വേണ്ട, മണ്ണിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പുല്ലിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ താറാവിനെ കോഴിനെ നയിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്നിട്ട് ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാൻ നയിച്ചിട്ട് തരാം. പക്ഷെ ഞാൻ വിചാരിച്ചു കൂടി ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വലയുണ്ട്, വല ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കോഴികൾ അല്ലെങ്കിൽ അവർ വിത്തെല്ലാനും അവർ മാന്തി കഴിക്കും. ഇതിപ്പോൾ ഇവിടെ നല്ല വെതറാട്ടോ. നമ്മുടെ പുല്ലിനൊക്കെ ചെറുതായിട്ട് പച്ചപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മുന്തിരിയുടെ കൊമ്പൊക്കെ ഞാൻ ഈ വർഷം ഞാൻ ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇലകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഈ വർഷം ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ വർഷം നമുക്ക് മുന്തിരി നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു കേട് വന്നിട്ട് ആ മുന്തിരിയൊന്നും നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ഞാൻ വിചാരിച്ചേക്കുന്നത് ഇതിന് മേലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മൾ പുകയിടില്ലേ, അങ്ങനെ പുക ഇട്ട് കൊടുക്കാമെന്ന്. തീ കത്തിക്കില്ല, തീ കത്തിയിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പുകയായിട്ട് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുകച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. എനിക്കവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അടിച്ചിരുന്ന മണ്ണാട്ടത്, അത് കുറേ മണ്ണുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ തുടങ്ങി എനിക്കത് ഇടില്ലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇടാനുള്ളൂ. അവിടെ ഒരു ഇതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള മണ്ണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. പുല്ലൊക്കെ ഇടുമ്പോഴൊക്കെ ആയിരുന്നാലും ഇവിടെ ഈ സമയത്താട്ടോ എല്ലാവരും പുല്ലിടുന്നത്. കാരണം ആ തണുപ്പ് അങ്ങോട്ട് മാറിയിട്ട് ചൂട് വരുന്ന സമയം, നല്ല ചൂടുള്ള സമയത്ത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലൊക്കെ മുളയ്ക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. അതേപോലെ തന്നെ നമ്മൾ പുല്ലിന് നമ്മൾ വളം ഇടും. വളമായിരുന്നാലും നമ്മൾ ഇനിയിപ്പോൾ പോയി വാങ്ങിച്ചിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പുല്ലിന് വളം ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വളം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വളം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. കുറച്ചുകൂടി വൈകി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഈ തണുപ്പ് മാറുന്നത് കൂടിയിട്ടാണ് നമ്മൾ പുല്ലിന് വളവും ഇടുക. ഞാൻ ഇതാണ്ട് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഇവിടെ നമ്മൾ ഫുള്ള് ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടോ. എല്ലാ വർഷവും നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട്, കാരണം ഇവിടെ ചവറൊക്കെ നന്നായിട്ട് വീഴുമല്ലോ. അപ്പോൾ നിറച്ചും ചവറ് ആയിരുന്നു. പിന്നെ നമുക്കിത് കുറേ ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വലിയ ക്ലീനിങ് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. പക്ഷേ ഈ വർഷം ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനത്തിനും ഭയങ്കര വില കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞയച്ചല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പണിക്കൊക്കെ എന്നാൽ ആൾക്കാരൊക്കെ കുറവാണ് താനും. അതുകൊണ്ട് തന്നെ ഈ വർഷം ക്ലീനിങ്ങിന് അവർ ഭയങ്കര പൈസ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. എല്ലാ വർഷവും നമ്മളിത് ഫുള്ള് ക്ലീനിങ്ങിന് $800 കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം അവർ $950 നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച വന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനൊക്കെ ചെയ്ത് നന്നായിട്ടുണ്ട്. നമ്മുടെ വെള്ളപ്പൂ കൊണ്ടാണ് അതാട്ടാ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ഈ വർഷം നന്നായിട്ട് ട്രിം ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതൊക്കെ ഭയങ്കര പൊക്കത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാവരും ഒന്ന് ട്രിമ്മൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം നല്ല ഭംഗിയായിട്ട് വരുമെന്ന് വിചാരിക്കും. നമ്മുടെ ചിമ്പൂട്ടനില്ലാത്ത ഒരു വിഷമമുണ്ട്. പക്ഷേ അവന് എവിടെ നിന്നാണ് വന്നത് നമുക്കറിയില്ലല്ലോ കുഞ്ഞായിരിക്കുമ്പോൾ. അങ്ങനെ ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അവന് ഈ മെയിൽ അവന് 2 വയസ്സാവുന്നുണ്ട്. അങ്ങനെ അവൻ എവിടെ പോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ വരുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവന് ഇവിടെ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ അവനെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ. കോഴീനെയൊക്കെ ആയിരുന്നാലും താറാവിനെയൊക്കെ ആയിരുന്നാലും അവൻ്റെ ലൈഫ് ഇവിടെ ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫായിരുന്നു. പക്ഷെ എന്താളും എങ്ങനെ എവിടേക്ക് പോയി എന്തെങ്കിലും പിടിച്ചുകൊണ്ടുപോയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് ഞാൻ വിളിക്കും. അതിൽ പുറത്തിറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എവിടെന്നെങ്കിലും അവൻ ഓടി വരുന്നു, എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പണിയെടുക്കുമ്പോൾ നമ്മുടെ പിന്നാലെ അവനുണ്ടായേനെ. പിന്നെ പണിയിട്ട് നടത്തട്ടെ. നമ്മുടെ ആസ്പിൻകുട്ടിനോട് ഉണ്ട് കേട്ടോ, അവന് ഉറങ്ങാം. ഇപ്പോൾ എഴുന്നേറ്റ് വരെയിരിക്കും. ചിക്കലിൽ പോയപ്പോൾ ഞാൻ തക്കാളി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കറുത്ത കളറ്, ബ്ലാക്ക് കളറ് തക്കാളി, നല്ല ഡാർക്ക് കളറായിട്ടുള്ള തക്കാളിയുടെ വിത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് പാവിയിട്ട് ഞാൻ മുളപ്പിച്ചതാട്ടോ. എന്താ പിന്നെ ഇത് നോക്കിക്കേ, ഇത് വേറെ ഒരു 3 വെറൈറ്റി നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് തക്കാളിയല്ല കേട്ടോ. ഇത് നോക്കിക്കേ, ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുമായിരിക്കും കേട്ടോ. ഇത് ഇതേപോലെ ഇങ്ങനെ ഫുള്ളിങ്ങനെ ഞൊറിഞ്ഞു വെച്ച പോലെ. ഇതിവിടെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഈ തക്കാളി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സീഡ്സ് എടുത്തിട്ട് പാവാൻ വേണ്ടിയിട്ടാട്ടാ. പിന്നെ ഇത് നോക്കിക്കേ, ഇത് വേറെ ഒരു ടൈപ്പാട്ടാ. ഇതും വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇത് മഞ്ഞ കളർ തക്കാളി. ഇത് വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുണ്ട്. ഇതങ്ങനെ എനിക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ചത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടേ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ തണുപ്പടിച്ചിട്ടേ അങ്ങനെ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മഞ്ഞ കളറാട്ടാ, ഓറഞ്ചും മഞ്ഞയും കൂടി ചേർന്നിട്ട് ഉള്ള ഒരു കളർ. ഈ തക്കാളി നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇതുണ്ടല്ലോ, ചില തക്കാളി ഇതിൻ്റെ ഡബിൾ വരും കേട്ടോ. തക്കാളി ഭയങ്കര വലിപ്പം വയ്ക്കും. ഇത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അതൊന്നും അധികം കുരുവൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല മാംസം ഉണ്ട്. ഞാൻ നോക്കി ഇതിൻ്റെ ഫ്ലഷ് നോക്കിക്ക്, നല്ല മാംസം ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ മാത്രമേ ഇങ്ങനെ കുരുവുള്ളൂ. കണ്ട, ഇതിന് കുരുവൊക്കെ എടുത്തിട്ട് ഞാൻ പാവട്ടെ. പിന്നെ ഇത് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന തക്കാളി കേട്ടാ. ഇതൊക്കെ ആയിരുന്നാലും അധികം കുരുവൊന്നും കാണുന്നില്ല. ഫുള്ള് ഇതിനകത്ത് എൻ്റെ ഫ്ലഷ് മാത്രമായിട്ടാണ് ഫുള്ള് കാണുന്നത്. കുരുവൊന്നും ഇതിനകത്ത് അധികം ഇല്ലയെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒട്ടും കുരുവില്ല കേട്ടോ. ഈ സൈഡിൽ മാത്രം വളരെ കുറച്ച് കുരുവുള്ളൂ, ഈ സൈഡിൽ. പിന്നെ ഇത് മഞ്ഞ. ഇതൊക്കെ ചിലപ്പോൾ നാട്ടിലുണ്ടാവുമായിരിക്കും, എനിക്ക് അറിയില്ല കേട്ടോ നാട്ടിലുണ്ടോ എന്നുള്ളത്. ഇതും അങ്ങനത്തെ. പക്ഷേ ഞാൻ ഇതുണ്ടല്ലോ, ഈ പാവി മുളപ്പിച്ചേക്കുന്നുണ്ടല്ലോ, ഈ തക്കാളി നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണുണ്ടാവും വിചാരിക്കണം. ഇത് വലുതായി വരണുള്ളൂ കേട്ടോ. ഇത് ഞാൻ പാവിയിട്ട് അകത്ത് വെച്ചേക്കായിരുന്നേ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് വേറൊരു തക്കാളി കേട്ടാ. ഇതിൻ്റെ പേര് എയർലൂം എന്ന് പറഞ്ഞിട്ട് ഒരു തക്കാളി കേട്ടാ. ഇതും നല്ലൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വരും.
ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ വിൻ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. സെയിം ഈ കളർ തന്നെ ആയിരിക്കട്ടെ ഈ തക്കാളി. ഇത് നല്ല ടേസ്റ്റാണ്. ചില സമയത്തൊക്കെ നമുക്ക് കടകളിൽ പിന്നെ ഭയങ്കര അങ്ങനെ കിട്ടില്ല, ഭയങ്കര റെയറൊക്കെ ആയിട്ട് ചിലപ്പോൾ വല്ല ഫാമേഴ്സ് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കിട്ടാറുണ്ട്. ഇത് സാധാരണ തക്കാളിനേക്കാളും നല്ല വിലയുണ്ട്, പക്ഷേ ഭയങ്കര ടേസ്റ്റായി ഈ തക്കാളി. അപ്പോൾ നമുക്ക് 1 2 3 4 പിന്നെ നമ്മളിവിടെ പാവിയേക്കണ വേറെ 2 ടൈപ്പ് തക്കാളി, അങ്ങനെ 5 6 വെറൈറ്റി തക്കാളി കേട്ടോ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ സാധാരണ തക്കാളി നമ്മൾ നടണുണ്ട്. ഇതിൻ്റെ വിത്തൊക്കെ ഒന്ന് പാവട്ടെ. ഈ തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിക്കേ, ഈ വർഷം ഞാൻ നടാൻ വേണ്ടിയിട്ട് ഡാലിയയുടെ കിഴങ്ങ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എല്ലാ ഡാലിയും നമ്മുടെ പോയിട്ടാണ്. കാരണം ഈ വർഷം നമുക്ക് ഭയങ്കര സ്നോ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2-3 കടകളൊക്കെ എടുത്ത് പൊന്തിച്ച് നോക്കിയപ്പോൾ എല്ലാ കിഴങ്ങുകളും ഭയങ്കരമായിട്ട് നാശമായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി ആകെ പോയി. അപ്പം ഞാൻ ഒറ്റ കിഴങ്ങുകളും നമുക്ക് നടുവിലെ ഡാലിയ തോട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ കിഴങ്ങുകളും ഒന്നും പിടിക്കില്ല, എല്ലാ ഡാലിയും പോയി. ഞാൻ ഈ വർഷം ഞാൻ 2ാമത് ഡാലിയ വാങ്ങിച്ചേക്കുന്നതിന് ഈ കളറൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മിക്സ് ആയിട്ടുള്ള കളർ കേട്ടോ. അത് നടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ നമ്മുടെ കോഴികളും താറാവുകളൊക്കെ തണുപ്പൊക്കെ മാറിയപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നോക്കിക്കേ, നമ്മുടെ നീല കളർ മുട്ട ഉണ്ട്. ഒരു താറാവ് മാത്രമേ ആ കളർ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കുറച്ച് ആൾക്കാർ ഇത് ഇവിടെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്.